യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് മോണുമെന്റ്സ് പട്ടികയിൽ ചേർത്തിട്ടുള്ള തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രം നമ്മുടെ ബ്രിട്ടീഷ് ഗസ്റ്റുകളായിട്ടുള്ള മിസ്റ്റർ വിൻസെന്റിന്റെയും മിസസ് റെബക്കയുടെയും കൂടെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാനിന്ന്. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തഞ്ചാവൂർ. ബ്രിട്ടീഷുകാർ ഇതിനെ തഞ്ചോർ എന്നാണ് വിളിച്ചിരുന്നത്. അന്നത്തെ തഞ്ചാവൂർ ജില്ല തമിഴ്നാടിന്റെ അന്നപാത്രമെന്നും അറിയപ്പെട്ടിരുന്നു. ചെന്നൈയിൽ നിന്ന് 200 കിലോമീറ്റർ തെക്ക് ഭാഗത്തായാണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തെ ചുറ്റി വളർന്നു വന്ന ഒരു നഗരമാണ് തഞ്ചാവൂർ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നഗരങ്ങൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പട്ടണം. തഞ്ചൈ എന്നാൽ അഭയാർത്ഥി എന്നാണ് അർത്ഥം. ആദ്യ ദ്രാവിഡ കാലത്ത് വടക്കേ ഇന്ത്യയിൽ നിന്നോ ശ്രീലങ്ക, പോളിനേഷ്യൻ ദ്വീപുകളിൽ നിന്നോ എത്തിയ അഭയാർത്ഥികൾ കൂടിപ്പാർത്ത ഒരു സ്ഥലമാണ് ഇത്. ഇവർ സിന്ധുനദീ തടങ്ങളിൽ നിന്ന് പലായനം ചെയ്തവരുമാകാമെന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നു. ഈ ഗ്രാമത്തിന്റെ പരമപ്രധാനിയായിരുന്ന തഞ്ചയുടയോർ എന്ന സന്യാസിവരന്റെ പ്രതിഷ്ഠയായിരുന്ന തഞ്ചയുടയോർ പെരിയ കോവിലാണ് ഇന്നത്തെ ബൃഹദീശ്വര ക്ഷേത്രം. ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിലെന്നും പെരിയ കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അക്കാലത്ത് ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു. AD 1010 അരുൾമൊഴിവർമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്താണ് ഇത് പണിതത്. 16-ാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിതത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിനു മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട്. ഈ ഒരു കലശത്തിന്റെ മാത്രം ഭാരം വരുന്നത് ഏകദേശം 80 ടണ്ണാണ്. AD 1010 കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോളജീസ് ഒന്നും അതിന്റെ പൂർണ്ണതയിൽ വളരാത്ത ഒരു കാലത്ത് ഈ 80 ടൺ കേവലം ഒറ്റ പീസായിട്ട് ഈ 66 മീറ്റർ ഉയരത്തിലേക്ക് എടുത്തു വെക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. മനുഷ്യന്മാരും ആനകളും ബുദ്ധി ഉപയോഗിച്ച് ഈ 80 ടൺ ഭാരമുള്ള ആ ഒറ്റക്കല്ല് 66 മീറ്റർ ഉയരത്തിലേക്ക് എടുത്തു വെച്ചതിൻ്റെ ശില്പകല ഒന്ന് നേരിട്ട് കണ്ട് ആസ്വദിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ക്ഷേത്രത്തിൻ്റെ ഭംഗി പൂർണ്ണമായി നമ്മുടെ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ 3 പ്രധാന ഗോപുരങ്ങളും 2 വലിയ മതിലുകളും താണ്ടി വേണം മുന്നിലെത്താൻ. ഏകദേശം 11 മണി സമയത്താണ് ഇതിൻ്റെ പ്രധാന കവാടത്തിലേക്ക് ഞാൻ എത്തുന്നത്. ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, വെയിലിൻ്റെ കാഠിന്യം അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സുഖപ്രദമായി വളരെയധികം സമയമെടുത്ത് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. മാത്രമല്ല, മേൽപ്പറഞ്ഞ 80 ടൺ കലശത്തിന് 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തന്നെ തീർത്ത നദിയുടെ ശില്പവുമുണ്ട്. മാത്രമല്ല 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവും ഉണ്ട്. കൂഞ്ചറമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് വിശ്വാസം. മനോഹരമായ ചോളവാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണ് ഇവിടം. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പുറത്തെ മതിലായ തിരുച്ചുറുമാളികയുടെ നിർമ്മാണ നേതൃത്വം രാജരാജ ചോഴന്റെ സൈന്യാധിപനായ കൃഷ്ണരാമന്റെ നേതൃത്വത്തിലും ഭരണം അതിഥൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ കീഴിലുമായിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിന്റെ മൊത്ത വിസ്തീർണം 800 × 400 അടിയാണ്. എന്നാൽ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് 500 × 250 അടി എന്ന അളവിലാണ്. നിർമ്മാണത്തിന് മൊത്തം 1,30,000 ടൺ കരിങ്കല്ല് വേണ്ടിവന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായും 2 ഗോപുരങ്ങളാണ് കവാടങ്ങളായുള്ളത്. ആദ്യം കാണുന്ന കവാടത്തിന്റെ പേര് കേരളാന്തകൻ തിരുവയിൽ എന്നാണ്. കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര വിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജൻ ഒന്നാമന് ലഭിച്ച പേരാണത്രേ കേരളാന്തകൻ. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ 5 നിലകളുള്ള ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയിൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. ഗോപുരത്തിന്റെ ബേസ് അളവ് 90 × 55 അടി. അതിൻ്റെ പ്രവേശന കവാടത്തിന്റെ വീതിയാണെങ്കിൽ 15 അടിയും. നിരവധി മനോഹരമായ ശില്പങ്ങൾ ഗോപുരത്തിന്റെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ ഗോപുരത്തിൽ തന്നെ ദക്ഷിണമൂർത്തിയുടെയും ബ്രഹ്മാവിൻ്റെയും പ്രതിഷ്ഠകളുമുണ്ട്. രണ്ടാമത്തെ ഗോപുരത്തിന്റെ പേര് രാജരാജൻ തിരുവയിൽ. നിറയെ പുരാണ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരം വിജ്ഞാന കുതുകികൾക്ക് ഒട്ടേറെ പഠന വിഷയങ്ങൾ സംഭാവന ചെയ്യുന്നതാണ്. ശിവ മാർക്കണ്ഡേയ പുരാണങ്ങൾ മാത്രമല്ല,
അർജുന കിരാത സന്ദർഭവും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് 3 നിലകളാണുള്ളത്. ഇതിലെ ഒരു പ്രധാന ശില്പമായി പറയുന്നത് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ്. ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടത്രേ ഇത്. ഈ ഗോപുരത്തിലെ ചില ശില്പങ്ങളൊക്കെ മാറാത്ത ഭരണകാലത്തിന്റെ ശേഷിപ്പുകളാണ്. നാഗരാജാവിന്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ഗോപുരത്തിലുണ്ട്. ബൃഹദീശ്വര ക്ഷേത്രത്തിലെ കീർത്തനാലാപനങ്ങൾക്ക് വേണ്ടി മാത്രം 50 ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു. അവിടുത്തെ നൃത്തമണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി 400 നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മാത്രം 100 വാദ്യ കലാകാരന്മാരും ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായി കണക്കാക്കുന്നത് 13 അടി ഉയരമുള്ള ശിവലിംഗമാണ്. മുകളിലെ 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ല് ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ചെരുവതലം നിർമ്മിച്ച് കല്ലുകളെ അതിലൂടെ നിരക്കി നീക്കിയാണ് അവയെ മുകളിലെത്തിച്ചത്. ക്ഷേത്രത്തിനടുത്ത് ഈ ചെരുവതലം നിലനിന്നിരുന്നിടത്തെ ഒരു സ്ഥലത്തിന്റെ പേര് ചാരുപാലം എന്നാണ്. കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രം വാസ്തുവിദ്യയുടെ വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു. വലിയ ഗോപുരങ്ങളും തോരണം എന്നു പേരുള്ള പ്രവേശന കവാടവും ക്ഷേത്രത്തിലുണ്ട്. 241 മീറ്റർ നീളവും 122 മീറ്റർ വീതിയുമുള്ള കെട്ടിടത്തിന് ചുറ്റുമായി 2 നിലയുള്ള മാളിക നിർമ്മിച്ചിരിക്കുന്നു. ശിഖരം എന്ന് വിളിക്കുന്ന താഴികക്കുടത്തിന് 8 വശങ്ങളുണ്ട്. 8 മീറ്റർ വീതിയുള്ള ഒറ്റക്കല്ലിലാണ് ഇതിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിലെ ചുവരുകളിൽ കാണപ്പെടുന്ന ചുവർ ചിത്രങ്ങൾ ചോളചിത്ര രചനാരീതിയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. പ്രധാന പ്രതിഷ്ഠയായ ശിവൻ ലിംഗരൂപത്തിലാണ് ഇവിടെ ഉള്ളത്. ഒറ്റക്കല്ലിൽ മാത്രം നിർമ്മിച്ച ഈ ശിവലിംഗത്തിന് ഏകദേശം 8.7 മീറ്റർ ഉയരമുണ്ട്. ശ്രീവിമാനയുടെ വടക്ക് ദിശയിലാണ് ചണ്ഡികേശ്വരൻ പ്രതിഷ്ഠ. മഹാമണ്ഡപത്തിന്റെ മുൻവശം 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് പണികഴിപ്പിച്ച പെരിയനായകി അമ്മാൾ ക്ഷേത്രം. ദേവി പ്രതിഷ്ഠയാണിവിടെ. നദിമണ്ഡപവും സുബ്രഹ്മണ്യ ക്ഷേത്രവും പിന്നീട് ഭരിച്ച നായകന്മാരുടെ സംഭാവനയായിരുന്നു. പ്രകാരത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായുള്ള ഗണപതി ക്ഷേത്രം മറാത്ത രാജാവ് സർഫോജി 18-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ്. ഇവ കൂടാതെ ഉപദേവതകളായ ദക്ഷിണാമൂർത്തി, സൂര്യൻ, ചന്ദ്രൻ, അഷ്ടദിക്ക് പാലകൻ, ഇന്ദ്രൻ, അഗ്നി, ഈശാനം, വായു, തിരുത്, യമൻ, കുബേരൻ തുടങ്ങിയവയുടെ സ്ഥാനങ്ങളും ഇവിടെയുണ്ട്.